അതാണ് വാസുണ്ണി. വാസുണ്ണി ശിവൻകുട്ടിയേട്ടനെ പോലെ മണ്ടനല്ല അമ്മേ. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അന്തസായി നടത്തിയിരിക്കും. ഇതുവരെ വരാത്ത മായ ചേച്ചി ഇപ്പൊ ഇവിടെ വന്നില്ലേ? അതാണ് പറഞ്ഞത്, ആണായി ജനിച്ചാ മാത്രം പോരാ, അല്പസ്വല്പം ബുദ്ധിയും വേണമെന്ന്. ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലി കൊന്നിട്ടാണോടാ കഴുത ആണത്തം കാണിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കിടക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? മോഴക്കഴുത്. ചില തല കണ്ടാ കിണ്ണാൻ തോന്നു. എന്റെ കൂടെ പറപ്പേ, നീ ഒരു കിണ്ണും കൂടി കിണ്ണേ കിണേന്ന് കേക്കണം. എന്റെ മായയുടെ അടുത്താണോ തോന്നി ദിവസം കാണിക്കുന്നത്? അതിബുദ്ധി കാണിച്ചിട്ടുണ്ടല്ലേ ചവിട്ടി. ഒരിക്കലും മരിക്കരുതേ മരിക്കരുതേ എന്ന് ഞങ്ങളെല്ലാം മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ പെങ്ങൾ ഈ കഴുതയെ കൊണ്ട് അച്ഛൻ മരിച്ചു എന്ന് കമ്പടിപ്പിച്ചത്? അച്ഛനൊന്ന് മാറിക്കേ. പറയുമ്പോ എല്ലാം പറയണല്ലോ മായ. ആ കഴുത വാസുണ്ണിയോട് പറയുന്നതിന് വരെ മുത്തച്ഛൻ കമ്പി അടിക്കണം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മുത്തച്ഛൻ എന്ത് വിവരക്കടായി കാണിച്ചു. കൂടി പോയി. ഓരോരോ മനുഷ്യ സ്നേഹികൾ വന്നിരിക്കുന്നു. ഞാൻ മരിച്ചു എന്നൊരു കമ്പി വെക്ക് പോയതില് എനിക്ക് ഒരു വിഷമവും ഇല്ല. അത് കിട്ടിയതും എന്റെ മോൾ ഓടിപ്പിടിച്ചു വന്നത് കണ്ടോ? ഞാൻ പോയി എന്ന് കരുതി നിലവിളിച്ചു ബോധം കെട്ട് വീണത് കണ്ടോ? അതാണ് സ്നേഹം. മോള് വരാൻ വൈകുമ്പോഴൊക്കെ ഇവരിത്രയും കാലം മുത്തച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞു നടന്നതെന്നറിയോ? മോളെ മുത്തച്ഛനെ മറന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ഏതോ അന്യനാട്ടുകാരനെ കല്യാണം കഴിച്ച് ബോംബെയിൽ സുഖമായിരിക്കുന്നു. ഇവർക്കാർക്കും എനിക്കറിയുന്ന പോലെ നിന്നെ അറിയില്ല മോളെ.